വിവാദങ്ങൾക്കിടെ കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്കായുള്ള രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്തില്ല. ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തു. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സജോ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്നില്ല, പക്ഷേ എങ്കിലും ജില്ലാ സെക്രട്ടറി അതിൽ പങ്കെടുക്കുന്നുണ്ട്. രക്തസാക്ഷികൾ തന്നെ എന്ന സന്ദേശം നൽകുകയാണോ ഇതുവഴി സിപിഐഎം? സജോ. റിജിത്ത്, അവർ രക്തസാക്ഷികൾ തന്നെ എന്ന സന്ദേശം CPIM നൽകുകയാണ്. പക്ഷേ സംസ്ഥാന സെക്രട്ടറിയും എം വി ഗോവിന്ദനെയാണ് സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത്. അദ്ദേഹം പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമായി എടുത്തു പറയണം. പകരം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് സ്മാരക സ്തൂപവും സ്മാരക മന്ദിരവും ഉദ്ഘാടനം ചെയ്തത്. ശിലാഫലകം തന്നെ സ്ഥാപിച്ചിരുന്നത് എം വി ഗോവിന്ദൻ പങ്കെടുക്കുമെന്ന നിലയിലായിരുന്നു. പക്ഷേ അദ്ദേഹം മാറി നിന്നുവെങ്കിൽ കൂടിയും വിപുലമായ പരിപാടികളോടെയാണ് രക്തസാക്ഷിയും മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം CPIM പ്രാദേശിക നേതൃത്വം സംഘടിപ്പിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. അതിൽ തന്നെ റെഡ് വാളണ്ടിയർ മാർച്ചും വലിയ തോതിലുള്ള അണികളുടെയും അനുഭാവികളുടെയും പങ്കാളിത്തവും ഉറപ്പാക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നേരത്തെ ഉദ്ഘാടകനായി നിശ്ചയിച്ചപ്പോഴും സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഒരുപക്ഷെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം അദ്ദേഹം വിട്ടുനിന്നത്. എങ്കിൽ കൂടിയും അവരുടെ നൽകുന്നത് സംസ്ഥാന സെക്രട്ടറിയും പ്രാദേശിക ഏരിയ. ശരി, സജോ ദേവസ്യ വിവരങ്ങൾ നൽകുകയായിരുന്നു. വിവാദങ്ങൾക്കിടെ കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്കായുള്ള രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിൽ എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്നില്ല, പക്ഷേ CPIM ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്നു. വിപുലമായ പരിപാടിയായി തന്നെ അത് നടത്തുകയും ചെയ്യുന്നു.